ഹലോ ഗൈസ്, എല്ലാവരും യൂട്യൂബിൽ എന്താണ് അവരുടെ ഡെയിലി ലൈഫ് ഇടും. അപ്പം ഞാനിന്ന് എൻ്റെ വീട്ടിൽ വരുമ്പോൾ ഞാൻ എന്താ ചെയ്യാറെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. പുലർച്ചെ 5 മണിക്ക് ഞാൻ എണീക്കും. 5 മണിക്ക് എണീറ്റിട്ട് ഫസ്റ്റ് കുളിക്കാൻ വേണ്ടി പോകും. പിന്നെ അത് കഴിഞ്ഞിട്ട് ചായയൊക്കെ വെച്ചിട്ട് ഉമ്മമാനെ വിളിച്ചു വിടും. ഇതൊക്കെ ഉള്ളത് തന്നെ, ഇല്ലാത്തതൊന്നും അല്ല, ഒക്കെ ഉള്ളത് തന്നെ. എന്നിട്ട് ഉമ്മമാനെ വിളിച്ചു വിടും. എന്നിട്ട് ഉമ്മമാക്ക് ചായയൊക്കെ കൊടുക്കും. പിന്നെ അതിന് ശേഷം ഞാൻ ഉള്ളൊക്കെ അടിച്ചു വരാൻ നിൽക്കും. ഉള്ളടിച്ചു ഡെയിലി വീട് അടിച്ചു വരുന്ന തുടയ്ക്കണൊക്കെ ഞാൻ അതല്ലേ പിന്നെ അടിക്കണം, തുടയ്ക്കണം, പാത്രം കഴുകണം, തുണി കൊണ്ട് അരക്കണം, ഉണക്കണം, അതിന് മടക്കി വെക്കണം. അവരവരുടെ തുണി അവരവർക്ക് സ്ഥാനത്ത് മടക്കി വെക്കും. എല്ലാം ചെയ്യും. സ്വഭാവം നല്ല സ്വഭാവം, നല്ല സ്വഭാവം പറഞ്ഞാലും പോലെ നല്ല സ്വഭാവം. നമ്മ കിടന്നാലും ഭക്ഷണം രാത്രി കഴിച്ചിട്ട് കിടന്നാലും നമ്മ ഓരോ ഉറക്കം കഴിഞ്ഞ് നോക്കിയാ ഈ കിടക്കുന്ന ആള് പുറത്തേക്ക് വെളിച്ചം കാണും. അപ്പൊ എന്താ വെളിച്ചം കാണുന്നു പറഞ്ഞ് നമ്മ നോക്കിയാ ഓട് നോക്കി കിടക്കണം. സമയം 2 മണി. അത് പറയാൻ പറ്റില്ല ഇവിടെ. ഞാൻ പറയുന്നതിന് ഇങ്ങനെ തലയാട്ടി മതി. എന്നാലും ഇത് കളയണ്ട, ഇരിക്കട്ടെ. എന്നിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കും. അപ്പൊ ഞങ്ങള് പലഹാരം മാത്രമേ കഴിക്കത്തുള്ളൂ അല്ലേ? ചോറൊന്നും പിടിക്കില്ല. ഞങ്ങള് ദോശ ഇഡ്ഡലി ഒക്കെ തന്നെ കഴിക്കത്തുള്ളൂ. പൂരി, ദോശ, ഇഡ്ഡലി, ചപ്പാത്തി, നൂഡിൽസ്, ഞാൻ എല്ലാ ഫുഡ് ഉണ്ടാക്കും. ഏത് ഇഷ്ടത്തിനുള്ളത് ഉണ്ടാക്കും. അത് കഴിക്കാന് വളരെ വൃത്തിയായിരിക്കും, വളരെ രുചിയായിരിക്കും. എല്ലാ കറികളും ഉണ്ടാക്കും. എല്ലാ കറികളും ഉണ്ടാക്കും. സാമ്പാർ, രസം, പിന്നെ കൂട്ടുകറികള്. ഉമ്മ ഷെഫാട്ടോ. ഉമ്മ ബിരിയാണി ഒക്കെ വെക്കാൻ പോകുന്നുണ്ട്. അപ്പൊ ഉമ്മന്റെ എല്ലാ കൈപ്പുണ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. കൊടുത്തു ഞാൻ. എനിക്ക് വയസ്സായില്ല, അപ്പൊ എന്റെ കൈപ്പുണ്ണി ഒരാൾക്ക് കൊടുക്കുക. ഫോണ് ഞാൻ അധികം യൂസ് ചെയ്യാറില്ല. ഫോൺ കുടിക്കില്ല. എന്താ പറയുന്നേ? ഫോണ് ചിരിക്കണ്ട ഉമ്മ. ചിരിച്ച നമ്മള് നോണ പറയാൻ മനസ്സിലാവില്ല. ചിരിക്കണൊന്നും പറയില്ല. അയ്യോ, നോണ പറയുന്നത് എന്താണെന്ന് അറിയില്ല. ഞാൻ ഫോൺ അങ്ങനെ യൂസ് ചെയ്യാറില്ല. കാരണം ഫോൺ യൂസ് ചെയ്യണ ഉമ്മക്ക് ഇഷ്ടമല്ല. അപ്പൊ ഫോൺ അങ്ങനെ വീട്ടിൽ വന്ന് യൂസ് ചെയ്യാറില്ല. വീട്ടിലായിരിക്കും കൂടുതൽ എല്ലാവരുടെ അടുത്ത് സംസാരിക്കും. ഒരുമിച്ച് ഞങ്ങള് ഫുഡ് കഴിക്കത്തുള്ളൂ. ബൈ.